അസ്സലാമലൈക്കും. കുറച്ച് തിരക്കിലേക്ക് ഇറങ്ങണം, അപ്പൊ പറയാള് പറഞ്ഞു പോട്ടെ. ഇനി അതിന്റെ റീകമെന്റിന് സൗകര്യമാരി അതിൽ എൻ്റർ ആവാം ഇൻഷാല്ലാ. വേറൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇവിടെ ഈ അയ്യപ്പനൊപ്പിന്റെ പിന്നിൽ ജുബൈലിലെ കുറച്ച് ആളുകൾക്ക് കൃത്യമായ പങ്കുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഈ അയ്യപ്പനൊപ്പ് ഉണ്ടാവാനുള്ള കാരണം എന്താ അറിയോ? സക്കരിയ സലാഹി എന്ന് പറഞ്ഞൊരു വ്യക്തിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹം അവിടെ കസേരയിൽ തളർന്നിരിക്കുകയും അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അദ്ദേഹം ഒപ്പിടുകയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ആളുകളെയും വിളിച്ചൊരു പ്രശ്നം സോൾവ് ആയി. ഇവിടെ നമ്മളൊക്കെ ഒന്നിച്ചാണ് പോണെന്നൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് അൻവർ അബൂബക്കർ മെസ്സേജ് വിടുകയാണ് മൊബൈലിൽ, താങ്കളും അബ്ദുറഹ്മാൻ സലഫിയും എനിക്ക് വ്യത്യാസമില്ല. ഇത് കേട്ടപ്പോ സക്കരിയയുടെ കൈയും കാലും പറിച്ച്, ആരാണ് ഈ അൻവർ അബൂബക്കർ? എന്നാണോ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾക്ക് കടന്നു വന്ന്? എന്താണോ അവന്റെ കയ്യിലിരിപ്പ്? അതൊന്നും മനസ്സിലാക്കാനും ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴത്തിന് അവരെ മുതലാളിമാരായിട്ട് കാണാം. കൈയും കാലും മറിച്ച് എന്നിട്ട് അവിടുന്ന് തിരിച്ച് മെസ്സേജ് അയച്ചു കാണാം, ഞാൻ വേണമെങ്കിൽ മാറ്റി പറയാം. എന്നിട്ട് ആ മെസ്സേജ് നമ്മുടെ മൗലവിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയണം, ഇതാ മെസ്സേജ് സക്കരിയ തിരിച്ചയച്ച മെസ്സേജ് കണ്ടോളി നിങ്ങള്. നമ്മൾ ഇവിടുന്ന് പറഞ്ഞാൽ മാറ്റി പറയുന്ന പണ്ഡിതന്മാരുള്ളൂ. സുഹൈറിന്റെ മരുവൻ ഇവിടുന്ന് ക്ലാസ് എടുക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഇവിടുന്നാണ്ട് വിളിച്ചു പറഞ്ഞാൽ ഓഹോ അങ്ങനെയുണ്ടോ എങ്കിൽ സ്വീകരിക്കാം, മറ്റുള്ള സ്റ്റൈലില് സുഹൈറിന്റെ സ്റ്റൈലില് അപ്പൊ തന്നെ മനസ്സിലാക്കി മൂപ്പര് കയ്യിൽ നിന്ന് പോയിന്ന്. ഇവിടെ ഈ 2-3 ചെക്കന്മാര് നിയന്ത്രിച്ച മാറ്റി പറയണതാണ് അവനവന്റെ അഭിപ്രായം. എന്നിട്ട് എന്ത് നുണയാണ് പറഞ്ഞ ആലോചിച്ചു. നിങ്ങൾ ആ ജുനൈദ് എം പി എന്ന് പറഞ്ഞതിൽ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തു. സക്കരിയ ഓൺലൈൻ മുഖാമുഖം ഉണ്ട്. അതിൽ അവസാനം നമ്മുടെ ജുബൈലിലെ റിയാസ് വലിയോർ പറഞ്ഞ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, സക്കരിയ ഈ ഒപ്പിട്ട ഈ വിഷയത്തെ കുറിച്ച്. അപ്പൊ സക്കരിയ സലാഹി പറഞ്ഞ നുണ എന്താണ്? ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ചെറുശ്ശേരിനെയും കാന്തപുരത്തിനൊക്കെ നേരിട്ട മാതിരി എന്നെ നേരിടുന്നു പറഞ്ഞിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോഴാണ് ഞാൻ മാറ്റി പറഞ്ഞത്. അല്ല, ഒപ്പിട്ട് കഴിഞ്ഞിട്ടൊന്നും ആരും പറയാൻ പോയില്ല. ഒപ്പിട്ട് കഴിഞ്ഞ ഉടനെ ഇവിടുത്തെ കുറച്ച് ചെക്കന്മാര് പിടിച്ചു മരട്ടി സക്കരിയ മഞ്ചേരിയിൽ കയറി തിരുത്തി പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ അന്ന് കൊടുത്ത വാഗ്ദാനം, ഏത് ഒപ്പിടുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളത്, നിന്നെ അവര് നേതാവാക്കും സക്കരിയ. അന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് എന്താ ഈ എൻഗ്രേവ് ചെയ്ത് വെച്ച മാതിരില്ല. നിങ്ങൾക്ക് നേരെ കാണാം. അബ്ദുറഹ്മാൻ സലഫിയോടുള്ള വെറുപ്പോണ്ടൊന്നും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന ആരും വിചാരിക്കണ്ട. ഇവിടെ ഇപ്പൊ സക്കരിയ സലാഹി ആവട്ടെ, ഇതായിട്ട് ബന്ധപ്പെട്ട അവരോട് വ്യക്തിപരമായി യാതൊരു ഉറപ്പില്ല. പക്ഷെ അവർ ആക്രമിക്കാൻ ശ്രമിച്ചത്, ഇപ്പോഴും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ കൂടെ തോളിൽ കൈയിട്ടിട്ടാണ്? മാധ്യമം പത്രോ ഒരു ബാക്ക് പേജ് ഫുള്ളായിട്ട് ഒരു മലബാർ ജ്വല്ലറിയുടെ ഒരു പെണ്ണിന്റെ അർദ്ധനഗ്നായ ഒരു പെണ്ണിന്റെ മറക്കാത്ത ഫോട്ടോ ഇട്ടിട്ട് കൊടുക്കണം. ആ പത്രത്തിന്റെ പിന്നാലെയാണോ നിങ്ങൾ പോണത്? എന്നിട്ട് അത് ദീനേതാ ദുനിയാവേതാ തീരുമാനിക്കാൻ കഴിയും. ജമാഅത്ത് ഇസ്ലാമി എന്താന്ന് അറിഞ്ഞെങ്കിലല്ലേ പിന്നെ അതിന്റെ മേലെ മെക്കെട്ട് കയറ്റിയിട്ട് കാര്യമുള്ളൂ. അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ലക്ഷ്യം എന്താണ്? അവർക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്, ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് പ്ലാച്ചിമടയിലത്തെ വെള്ളമല്ല ഇമ്പോർട്ടന്റ്, ഓന് ഹൗദുൽ കൗസറിലാണ് ഇമ്പോർട്ടന്റ്. ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്ലാച്ചിമടയത്തെ വെള്ളം ഇവിടെ 10, 60, 20, 80 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വെള്ളം ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. എന്നിട്ട് ആ ഒരു പത്രത്തിട്ട ആളുകൾ അത് വലിയ പ്രമാണാക്കിയിട്ട് ശരി, അബ്ദുറഹ്മാൻ സലഫി മുഴുവൻ മുജാഹിദുകളെയും കേരളത്തിലെ മുഴുവൻ ഫണ്ടും അടിച്ചുമാറ്റി. ഹറാമല്ലേ ആവൂ, കളവ് ഹറാമല്ലേ ആവൂ. എന്നാൽ ഇത് സ്ഥിതി അതാണോ? ഒരു മനുഷ്യനെ കൊണ്ടുപോകുക എന്നിട്ട് ഉറപ്പിച്ചുകൊണ്ട് പറയാളെ ജിന്ന് ബാധിച്ചാണ് പോയില്ല കാര്യം. ആ കിണറ്റിൽ ചാടിയ വ്യക്തിയോട് ഞാൻ അന്ന് മേലിട്ട ക്ലിപ്പ് പത്രത്തിൽ ന്യൂസ് നോക്കി, കിണറ്റിൽ ചാടിയ ആളോട് ചോദിക്കുന്നത് ജിന്നാണോ മനുഷ്യനാണോ? എന്താ ആളുടെ വിശ്വാസം? ഈ പാവപ്പെട്ടവനെ കിണറ്റിൽ നിന്ന് കയറ്റും ചെയ്ത് മറ്റോ അതിനെക്കാട്ടിയും വലിയ അധപതനത്തിക്കല്ലേ ചാടിയുള്ള ഒരൊറ്റ ചോദ്യത്തോടുക്കനെ ഇപ്പോഴും ജിന്നിനെ കാണുന്നു വിശ്വസിക്കുന്ന ആളുകളില്ല. അതിൽ എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞുള്ളത്? നിങ്ങളെ അവര് കാണും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. അത് ഖുർആനിൽ വന്ന കാര്യമല്ലേ. പിന്നെ നമ്മൾ കാണുന്നു പറഞ്ഞാൽ ആ കാര്യം ഇന്നതാണെന്ന് പറയാൻ പ്രവാചകന്റെ സാന്നിധ്യം ഇവിടെ വേണം. അതില്ലാത്തടത്തോളം കാലം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ശരി, നമ്മൾ വജ്ഹത്ത് ഓതുമ്പോ ഫത്രസമാവാത്തി വല്ലതാനിഫ് എന്താണ്? മുൻമാതൃക ഇല്ലാണ്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ്. ജിന്നിനെയും മലക്കിനെയും ഒക്കെ അള്ളാഹു മുൻമാതൃക ഇല്ലാണ്ട് വേറെ ആളെ മോഡൽ നോക്കിയിട്ടല്ലല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുള്ളത്. അപ്പൊ ആ സൃഷ്ടിപ്പ് മോഡൽ ഇല്ലാതെ സൃഷ്ടിക്കാവുമ്പോ അത് നമ്മൾ കാണില്ല തന്നെ പിന്നെ എങ്ങനെ നമ്മൾ രൂപം കൊടുക്കുന്നത്? എന്ത് സെൻസാണിത്? എന്നിട്ട് അങ്ങോട്ട് പറയാ, എന്നിട്ട് പൂച്ചനെ കണ്ട എയർഗൺ എടുത്തൊന്ന് വെടിയേക്കുക. ഒരു പെപ്സിയുടെ പാട്ട പിന്നാലെ ഉരുണ്ടു വന്നാൽ പേടിയായി. ഇവര് മുമ്പ് ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? എത്ര വീടുകൾ ഒഴിച്ചു കിടക്കണ്. ഇപ്പൊ അടുത്ത് ഒരു ഈ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ആറാറോ പിന്നെ എന്താണ് ആ സ്ഥലത്തിന്റെ പേര്, അഫ്രൽ ബാത്തിനോ ഏതോ സൈഡിൽ 7ഓളം വീടുകൾ ഇവിടുത്തെ ആളുകൾ തീയിട്ട് ജിന്നിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട്. എത്രത്തോളം ഉണ്ട് വിശ്വാസം? ഈ തീയിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഭൂമിയിലുള്ള നമ്മളെ തീയായിരിക്കോ? എങ്ങനെ പേരെ കണക്കൂട്ടിന്? ആ സൃഷ്ടിക്കപ്പെട്ട അതിന്റെ ജ്വാലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിനെ വെള്ളം ഒഴിച്ചിട്ടല്ലേ സ്വാഭാവികമായിട്ടും. എന്നാ കുറച്ചെങ്കിലും സെൻസ് ഉണ്ടെങ്കിൽ ഫയർഫോഴ്സിനെ വിളിച്ച് വെള്ളം അടിച്ചിട്ട് കെടുത്തുക എന്നല്ലാണ്ട് പിന്നെയും പ്രോത്സാഹിപ്പിക്കുക തീയിട്ടിട്ട്.
അത്രമാത്രം മതപ്പതിച്ച വിശ്വാസം കൊണ്ട് നടക്കുക, എന്നിട്ട് അതിനെതിരെ ഖണ്ഡിക്കണ ആളുകളെ കുതിര കയറുക. അതൊന്നും അങ്ങനെ കണ്ട് വകവെച്ച് വരുന്നൊക്കെ തോന്നുകയാണ്. കാരണം പണ്ഡിതന്മാരുടെ മഹത്വം, അവരുടെ പക്വതയും അവരുടെ ആ ഒരു ദീർഘവീക്ഷണവും കാരണം നിങ്ങൾക്കറിയോ, ഇവിടെ ജിന്നൂരികൾ കൈകാര്യം ചെയ്തില്ലേ മുവഹിദായ ആളുകളുടെ പുറത്ത്? അവരൊക്കെ കടലിൽ പോയിട്ട് കൈ തളമ്പിച്ച മനുഷ്യന്മാരാ. ഇവിടെ നമ്മുടെ ഒരു പ്രാസംഗികൻ വന്ന് കൈ കൊടുത്ത പുറച്ചോനെ എന്ത് കൈയാണ് ഇത് പറഞ്ഞു. ആ പ്രാസംഗികനോട് നമ്മൾ എന്താ പറഞ്ഞാൽ, ഈ കൈ അവിടെ ഒതുക്കി കെട്ടിവെച്ചൊന്ന് നേതൃത്വം പറഞ്ഞോണ്ടാ ഈ ഇസ്ലാഹി സെന്ററിൽ അടിയുണ്ടായപ്പോ കൈ അവിടെ കെട്ടിന്ന്. ആ കൈയൊക്കെ വീശിയിരുന്നിച്ചാണ്ടല്ലോ. എന്തിന് നിങ്ങൾ കുറെ ഗുണ്ടകളെ കൊണ്ട് കുറെ പള്ളികളും, ഇപ്പൊ തിരുവനന്തപുരത്തെ പള്ളിയുടെ കാര്യമൊക്കെ അറിയാലോ, ഇതൊന്നും ആരും കാണാത്തതാ. അത് ആ ജാതി കയ്യിലിരിപ്പും ആ ജാതി സംസാരശൈലിയും ആരെങ്കിലും കൊണ്ടിരുന്നെങ്കിൽ വളരെ സ്നേഹപൂർവ്വം പറയാണ്, കൂടുതൽ രൂക്ഷതയിലേക്ക് പോരും. നമുക്ക് വേറെ പണിയുണ്ട്. നമുക്ക് ഈ ഒരു ചർച്ചയിൽ ഇങ്ങനെയുള്ള ഈ ചെക്കന്മാരായിട്ട് സംസാരിച്ചിട്ട് സമയം കളയാനില്ല. നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇത് തൗഹീദിന്റെ തണലിൽ വളർന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് ശിർക്കിന്റെ കടുപ്പം എന്താണെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ നോക്കി ഇസ്ലാഹി പ്രസ്ഥാനം ഫതഹായ സ്ഥലത്താണ് അപകടം കൂടിയുള്ളത്. ഞങ്ങളെമാതിരി ഇന്റെ അവിടുന്ന് സമതിന്റെ അവിടേക്ക് എത്ര ദൂരമുണ്ട്? ഒരൊറ്റപ്പെട്ട പ്രവർത്തകർ 10-12 കിലോമീറ്ററോളം വിട്ടിട്ടാ ഓരോ പ്രവർത്തകരുള്ളത്. ഇത് 12 മീറ്ററിനകത്ത് ഓരോരോ പ്രവർത്തകരുണ്ടാകുമ്പോഴുള്ള കുഴപ്പമാണത്. അവർക്ക് ബാപ്പാടെ വാപ്പാരും സഹിച്ച ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ തണലിങ്ങനെ നിന്ന് വലുതായിട്ട് അവർക്കൊരു നബിദിനത്തിന്റെ പ്രശ്നമോ, അവർക്കൊരു കുടുംബത്തിൽ അമ്മായി കാഴ്ച കൊണ്ടുപോകുന്ന പ്രശ്നമോ, അവർക്കൊരു നൂലുകെട്ടിന്റെ പ്രശ്നമോ, അവർക്ക് ഒരു പ്രശ്നം ഏൽക്കേണ്ടി നാളിതുവരെ വന്നിട്ടില്ല. അവര് വളരെ സുഖകരമായിട്ട് തൗഹീദിന്റെ തണലിൽ ജീവിച്ചിട്ട് പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മാർക്കിടെ. അപ്പൊ അതൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഈ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നാളെ മറ്റന്നാളോ എനിക്ക് ഈ സൈറ്റിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പേടിച്ചോടി ഭീരുവാണ്, അങ്ങനെ അല്ല. ഞാനിപ്പോ എന്റെ ഒരു ജോലി സംബന്ധമായ ഒരു വിഷയമായിട്ട് കുറച്ച് ബിസിയിലാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ആദർശം സ്വീകരിച്ച ആളുകൾ ഇതിനുള്ള മാന്യമായ മറുപടി കൊടുക്കുക. അവിടുന്ന് ആ ഭാഗത്തുനിന്ന് എന്റെ സംസാരത്തിന്റെയും എന്റെ സംസാര ശൈലിയും ഇങ്ങനെയാണ്. ഈ സംസാര ശൈലിയിൽ രൂക്ഷത ഉണ്ടെങ്കിലും ഈ വാടാപോട വിളികളായാലുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അല്ലാണ്ട് സംസാരം ഓരോരുത്തരും വളരെ സ്ലോവിൽ സംസാരിക്കണം, വളരെ തീവ്രമായി സംസാരിക്കണവരും സംസാരത്തിലെ വാക്കുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപാകതകൾ ചൂണ്ടിക്കാണിച്ചാരുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരണം. അത് സഹോദര ബുദ്ധി ഞാൻ തിരുത്തുന്നതാണ്. പക്ഷെ ആദർശത്തിന്റെ ആളുകളോട് വിട്ടുവീഴ്ച, ആദർശത്തിനോട് ഒരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ ആരും തിരിച്ചായിരുന്നു. ആദർശത്തിനോട് വിട്ടുവീഴ്ച, ആളുകളോട് ഒരു വിട്ടുവീഴ്ചയില്ല. 2-3 ദിവസം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസംഗം കേൾക്കാൻ വന്ന് തരക്കടില്ല. 4ാമത്തെ ക്ലാസ്സിനും വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ താടി രോമത്തിനെ കുറിച്ചായി ചർച്ച. തൗഹീദ് ഉൾക്കൊള്ളാത്തൊരു മനുഷ്യൻ താടി നീട്ടിയിട്ടും പാന്റ് കയറ്റിച്ചിട്ട് എന്ത് കാര്യ? അതൊന്നും മനസ്സിലാക്കാതെ ഓനെ വാച്ച് ചെയ്യുക. തക്കുവാണ്ട് കൂടിയപ്പോ പിന്നെ അവനാന്റെ ജീവിതത്തിലേക്ക് അല്ല ശ്രദ്ധിക്കണം. മറ്റോനെ ഏതിനെ പോണു, ഓനെ ഏത് റൂമിലാ കയറുന്നു, തുറന്നിക്കണ വാതിലിന്റെ ഇടയിൽ കൂടെ നോക്കരുത്. മറ്റവന്റെ രഹസ്യങ്ങൾ ഫോളോ ചെയ്ത് പോരുന്ന പ്രവാചകന്റെ നിർദ്ദേശം ഉണ്ടെങ്കിലും ഇവർക്ക് അതൊന്നും പ്രശ്നമില്ല. ഇവൻ എങ്ങട്ടാ പോണ്, മറ്റവൻ എങ്ങട്ടാ പോണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ആരാണ് ഇതിന്റെ അഡ്മിൻ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിക്കും. ഒരു പക്ഷെ എന്റെ സംസാരം തന്നെ അപാകതയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം, എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്റെ ഈ ഒരു വിഷയത്തിൽ വളരെ തുടക്കം മുതലേ ഇതിനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിന്റെ അപാകതകളും അപകടങ്ങളും വളരെ രൂക്ഷമാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് എന്റെ സംസാരശൈലി ഇങ്ങനെ ആയത്. എല്ലാവർക്കും വിഷമം തോന്നുമെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ വെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.